Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. തുടങ്ങാം. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് തുടങ്ങാം കേട്ടോ. അപ്പോ കഴിഞ്ഞ ക്ലാസ്സില് നമ്മൾ പറഞ്ഞിരുന്നത് ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റുകൾ പഠിച്ചു നമ്മള് കഴിഞ്ഞ ക്ലാസ്സിനകത്ത് ഇതൊക്കെ പഠിച്ച് നമ്മള് ഗൈനക്കോളജി പഠിച്ചു. ഗൈനക്കോളജി ഡിപ്പാർട്ട്മെന്റ്, അതുപോലെ തന്നെ അതിനകത്ത് ഏതൊക്കെ വന്നിരുന്നു? ഒബ്സ്റ്ററ്റിക്സ്, പിന്നെ ഇതായിരുന്നു ART അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജി, ആ ഒരു വിഭാഗം. പിന്നെ ന്യൂറോളജി പഠിച്ചു അല്ലെ. ന്യൂറോളജി എന്താണ്? നെർവസ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ടത്. പിന്നെ നെഫ്രോളജി പഠിച്ചില്ലേ? കിഡ്നിയുമായിട്ട് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് അല്ലെ, പ്രശ്നങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത്. ന്യൂക്ലിയർ മെഡിസിൻ അല്ലെ, ന്യൂക്ലിയർ മെഡിസിൻ പഠിച്ചു. ഓങ്കോളജി, ഓങ്കോളജി എന്താണ്? ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ടത്. പിന്നെ ഒഫ്താൽമോളജി, ഇവരെയല്ലേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. അത്രയും ഭാഗങ്ങൾ ഓക്കെ ആണോ നിങ്ങൾക്ക്? ഓക്കെ ആണോ? മനസ്സിലായോ? ഓക്കെ. അപ്പൊ നമുക്ക് ബാക്കിയുള്ള ഭാഗങ്ങൾ കൂടെ നോക്കാം. ഓർക്കിയാണേ. ഇനി നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ള ഡിപ്പാർട്ട്മെന്റ് ഓർത്തോപീഡിക്സ് ആണ് കേട്ടോ. ഓർത്തോപീഡിക്സ് ഡിപ്പാർട്ട്മെന്റ് അല്ലെ. അപ്പൊ ഓർത്തോ എന്ന് പറയുമ്പോൾ അതെന്തുമായിട്ട് ബന്ധപ്പെട്ട വിഭാഗമാണ്? ഓർത്തോ ബോൺസ്. ഓക്കെ, കറക്റ്റ് ആണ് ആൻസർ. ബോൺസ് എല്ലാവർക്കും അറിയാലോ. ബോൺസുമായിട്ട് അസ്ഥിവ്യൂഹം, നമ്മുടെ ഹ്യൂമൻ മസ്കുലോസ്കെലറ്റൽ സിസ്റ്റം അല്ലെ, നമ്മുടെ മനുഷ്യരുടെ അസ്ഥിവ്യൂഹവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്ന, അത്തരം പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓർത്തോപീഡിക്സ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ദിസ് ഡിപ്പാർട്ട്മെന്റ് ഹാൻഡിൽസ് ദ പ്രോബ്ലംസ് that affect the musculoskeletal system. അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. അങ്ങനെ തന്നെ ചോദിക്കാം. Which department deals with the problems that affect the musculoskeletal system? അല്ലെ, അസ്ഥിവ്യൂഹവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ഏതാണ്? ഓർത്തോപീഡിക്സ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഓക്കെ. ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു വിഭാഗവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന നമ്മുടെ ഓർഗൻ സിസ്റ്റംസ്, ഓർഗൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, that includes the creating bonds. Bonds എന്നാണ് ഇവിടെ ബോണസ് എന്നാണ് എഴുതി വെച്ചേക്കുന്നത് കേട്ടോ. ബോൺസ് എന്നാണ് BONES ബോൺസ് അസ്ഥികള്. അതുപോലെ തന്നെ മസിൽസ് അല്ലെ, മസിൽസ് എന്താണ്? പേശികള്. അതുപോലെ തന്നെ ടെൻഡൻസ്. എന്താണ് ടെൻഡൻസ് എന്ന് പറഞ്ഞാല്? ടെൻഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ അസ്ഥികളെയും പേശികളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഭാഗമാണ്. ഇറ്റ്സ് എ കണക്റ്റീവ് ടിഷ്യൂ ആണ് കേട്ടോ. അതായത് അസ്ഥികളെയും പേശികളെയും മസിൽ ടു ബോൺ വെച്ചാൽ മതി കേട്ടോ. മസിൽ ടു ബോൺ, അതായത് അസ്ഥികളെയും പേശികളെയും പരസ്പരം ബന്ധിപ്പിക്കുന്ന ആ ഒരു കണക്റ്റീവ് ടിഷ്യൂനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ടെൻഡൻസ് എന്ന് പറയുന്നത്. ജസ്റ്റ് എഴുതി വെച്ചാൽ മതി. ബോൺ ടു മസിൽ കണക്ഷൻ എഴുതിയാൽ മതി കേട്ടോ. ബോൺ ടു മസിൽ കണക്ഷൻ, അസ്ഥിനെ പേശിയുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു കണക്റ്റീവ് ടിഷ്യൂ ആണ് എന്ത്? ടെൻഡൻസ് എന്ന് പറയുന്നത് കേട്ടോ. എഴുതി വെച്ചോ? എഴുതി വെച്ചോ? അത് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഓക്കെ. അടുത്തത് ലിഗമെന്റ്സ്. ലിഗമെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബോൺ ടു ബോൺ കണക്ഷൻ ആണ് കേട്ടോ. അസ്ഥിനെ, ഒരു അസ്ഥിനെ മറ്റൊരു അസ്ഥിയുമായിട്ട് കണക്ട് ചെയ്യുന്ന ഭാഗമാണ് ലിഗമെന്റ് എന്ന് പറയുന്നത് കേട്ടോ. ക്ലിയർ? അപ്പൊ ടെൻഡൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ബോൺ ടു മസിൽ ആയിട്ടുള്ള കണക്റ്റീവ് ടിഷ്യൂനെ ടെൻഡൻസ് എന്നും ബോൺ ടു ബോൺ കണക്റ്റീവ് ടിഷ്യൂനെ ലിഗമെന്റ്സ് എന്നാണ് പറയുന്നത്. ഓക്കെ. അപ്പോ ഇത്തരത്തിലുള്ള ബോൺസുകള്, മസിൽസുകള് ഒന്നോട് പറയുന്നത് കേൾക്കുന്നില്ലേ നിങ്ങള്? ടെൻഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബോൺ ടു മസിൽ ആണ്. ഓക്കെ, അസ്ഥിനെ പേശിയുമായിട്ട് ബന്ധിപ്പിക്കുന്ന കണക്റ്റീവ് ടിഷ്യൂ, അതിനെയാണ് നമ്മൾ ടെൻഡൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ബോൺ ടു മസിൽ, അസ്ഥിനെ പേശിയുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഭാഗം. ഇനി ടെൻഡൻ എന്ന് പറഞ്ഞാൽ, സോറി, ലിഗമെന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബോൺ ടു ബോൺ ആണ്. അതായത് അസ്ഥികളെ പരസ്പരം കണക്ട് ചെയ്യും. ഒരു അസ്ഥിനെ മറ്റൊരു അസ്ഥിയുണ്ട്. ബോൺ ടു ബോൺ കണക്ഷനെയാണ് ലിഗമെന്റ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അപ്പൊ ഇത്തരത്തില് നമ്മുടെ അസ്ഥികള്, പേശികള്, ടെൻഡൻസ്, ലിഗമെന്റ്സ്, അതുപോലെ നമ്മുടെ ജോയിന്റുകള്, സന്ധികള്, ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളെയൊക്കെ കൈകാര്യം ചെയ്യുന്ന വിഭാഗം ഏതാണ്? അത് ഓർത്തോപീഡിക്സ്
ഡിപ്പാർട്ട്മെന്റ് ആണ്. ഓക്കെ, ഇനി നോക്കാം എന്തൊക്കെ സേവനങ്ങളാണ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ. ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. റീപ്ലേസിംഗ് ബോൺസ് ലൈക്ക് ഹിപ്പ് റീപ്ലേസ്മെന്റ്, നീ ക്യാപ്പ് റീപ്ലേസ്മെന്റ്. നമ്മൾ ഇടുപ്പെല്ലിനൊക്കെ വരുന്ന ശസ്ത്രക്രിയകള്, ഹിപ്പിന്റെ ഭാഗത്ത് ഇടുപ്പെല്ലിന്റെ ഭാഗത്ത് വരുന്ന റീപ്ലേസ്മെന്റ് സർജറികള്, അതുപോലെ നീ ക്യാപ്പ് റീപ്ലേസ്മെന്റ്, മുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയകളൊക്കെ അതൊക്കെ ചെയ്യുന്നത് ഏത് ഡിപ്പാർട്ട്മെന്റിലാണ്? ഓർത്തോപീഡിക് ഡിപ്പാർട്ട്മെന്റിലാണ്. ഓക്കെ, അതുകൂടാതെ other outpatient services also include treating the fractures and dislocated joints. അതുകൂടാതെ നമ്മുടെ ഫ്രാക്ചറുകൾ, കൈയൊടിയ, കാലൊടിയ, അങ്ങനെയുള്ള ഫ്രാക്ചറുകൾ, അതുപോലെ ജോയിന്റുകൾക്ക് ഡിസ്ലൊക്കേഷൻ വരെ അല്ലെ, ജോയിന്റുകൾ സന്ധികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്ലൊക്കേഷൻ ഒക്കെ വരുന്ന അത്തരം എന്താ പറയാ അങ്ങനെയുള്ളതിനുള്ള സേവനങ്ങളും ഏത് ഡിപ്പാർട്ട്മെന്റിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? ഓർത്തോപീഡിക്സ് ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ മനസ്സിലാക്കി വെക്കാം, ഓർത്തോപീഡിക്സ് എന്ന് പറയുന്നത് ഹ്യൂമൻ മസ്കുലോ സ്കെലറ്റൽ സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂസിനെയാണ് കൈകാര്യം ചെയ്യുന്നത്. എന്ന് പറഞ്ഞാല് അതിന്റെ ഭാഗങ്ങൾ ഏതൊക്കെയാണ് വരുന്നത്? ബോൺസുകൾ, മസിൽസുകൾ, ടെൻഡൻസുകൾ, ലിഗമെന്റ്സുകൾ, ജോയിന്റ്സുകൾ അല്ലെ. ടെൻഡൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ബോൺ ടു മസിൽ കണക്ഷൻ ആണ് കേട്ടോ. ബോൺ ടു ബോൺ കണക്ഷനെയാണ് നമ്മൾ ലിഗമെന്റ്സ് എന്ന് പറയുന്നത്. അതുകൂടാതെ ഹിപ്പ് റീപ്ലേസ്മെന്റ്, നീ ക്യാപ്പ് റീപ്ലേസ്മെന്റ് പോലുള്ള സർജറികളും ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് കൈകാര്യം ചെയ്യുന്നത്? ഓർത്തോപീഡിക്സ് ഡിപ്പാർട്ട്മെന്റിലാണ് കൈകാര്യം ചെയ്യുന്നത്. ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ ആണോ? മനസ്സിലായോ? ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്ക് കേട്ടോ. ഓർത്തോപീഡിക്സ് ഒന്ന് വായിച്ചു നോക്ക്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഡിപ്പാർട്ട്മെന്റ് പഠിക്കാം കേട്ടോ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ്. എന്താണിത്? പീഡിയാട്രിക്സ് ആൻഡ് നിയോനാറ്റോളജി ഡിപ്പാർട്ട്മെന്റ് കേട്ടോ. പീഡിയാട്രിക്സ് ആൻഡ് നിയോനാറ്റോളജി ഡിപ്പാർട്ട്മെന്റ്. പീഡിയാട്രിക്സ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലെ, കുട്ടികൾ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, അവരുടെ രോഗങ്ങള്, ചികിത്സ, രോഗനിർണയം, പ്രതിരോധം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് പീഡിയാട്രിക്സ് എന്ന് പറയുന്നത്. വായിക്കാൻ നമുക്ക് the Department of General Pediatrics provided comprehensive outpatient and inpatient care for the sick infants and children. അതെല്ലാം ചെയ്തിരിക്കുക കേട്ടോ. അസുഖബാധിതരായിട്ടുള്ള കുഞ്ഞുങ്ങള്, അതുപോലെ തന്നെ കുട്ടികൾക്ക് അവരുടെയൊക്കെ ചികിത്സകള്, രോഗനിർണയങ്ങള്, ഇതൊക്കെ നിർവഹിക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് എന്ത്? ജനറൽ പീഡിയാട്രിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തതാണ് നിയോനാറ്റോളജി. നിയോനാറ്റോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? Neonatology is a subspecialty of pediatrics that provides medical care to the newborn child, especially the ill or premature newborn infant. അല്ലെ, അണ്ടർലൈൻ ചെയ്തിരിക്കുക കേട്ടോ. നിയോനാറ്റോളജി എന്ന് പറഞ്ഞാൽ അത് പീഡിയാട്രിക്സിന്റെ തന്നെ എന്താണ്? സബ് സ്പെഷ്യാലിറ്റി ആണ് അല്ലെ. പീഡിയാട്രിക്സിന്റെ ഒരു ഉപവിഭാഗമാണ് എന്ത്? നിയോനാറ്റോളജി എന്ന് പറയുന്നത്. ഇവിടെ എങ്ങനെയാണ്? ന്യൂബോൺ ബേബീസ് അല്ലെ. നിയോ എന്ന വാക്കിന്റെ അർത്ഥം ന്യൂ എന്നാണ്. അപ്പൊ നിയോനാറ്റോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? ന്യൂബോൺ ബേബീസ് അല്ലെ, നവജാത ശിശുക്കള്, അതുപോലെ മാസം തികയാതെയൊക്കെ ജനിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടല്ലോ, അവർക്കൊക്കെ സ്പെഷ്യലൈസ്ഡ് കെയർ കൊടുക്കുന്ന ഒരു യൂണിറ്റ് ആണ് നിയോനാറ്റോളജി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഹോസ്പിറ്റൽ ബേസ്ഡ് സ്പെഷ്യാലിറ്റി ആൻഡ് ഈസ് യൂഷ്വലി പ്രാക്ടീസ്ഡ് ഇൻ നിയോനാറ്റൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ് അഥവാ NICU. അപ്പൊ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. NICUന്റെ എക്സ്പാൻഷൻ എന്താണ്? നിയോനാറ്റോളജി, നിയോനാറ്റൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ് കേട്ടോ. NICU ഫുൾ ഫോം പഠിച്ചു വെക്കണം. നിയോനാറ്റൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. അപ്പൊ ഈ ഒരു NICUയിലൂടെയാണ് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് എന്ത് കൊടുക്കുന്നത്? ട്രീറ്റ്മെന്റുകൾ കൊടുക്കുന്നത്. പൊതുവെ നമ്മള് ഡെലിവറിയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാല് കുഞ്ഞുങ്ങളൊക്കെ ജനിക്കുന്ന സമയത്ത് ഇപ്പൊ മഞ്ഞ കളർ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ എവിടെ കൊണ്ടുവന്നിടും? NICUയിലാണ് അല്ലെ അവര് ട്രീറ്റ്മെന്റ് കെയറിംഗ് ഒക്കെ കൊടുക്കുന്നത്. അപ്പോ ഇനി എന്താണ്? മെഡിക്കൽ കെയർ ഈസ് ഗിവൻ ടു ബേബീസ് ഹു ആർ പ്രിമച്വർ ആൻഡ് ലോ ബർത്ത് വെയിറ്റ് വിത്ത് ദ ഇൻട്രായൂട്രൈൻ ഗ്രോത്ത് റിട്ടാർഡേഷൻ, ബർത്ത് ഡിഫക്ട്സ്. ഇങ്ങനെയൊക്കെയുള്ള സേവനങ്ങളാണ് അവർക്ക് കൊടുക്കുന്നത്. പ്രിമച്വർ ആൻഡ് ലോ ബർത്ത് വെയിറ്റ് ബേബീസ് അല്ലെ, അതായത് മാസത്തിലാണ് കുഞ്ഞുങ്ങൾ ഉണ്ടാവും. അവർക്ക് സ്വാഭാവികമായിട്ട് അവരുടെ ബർത്ത് വെയിറ്റ് കുറവായിരിക്കും അല്ലെ, ലോ ബർത്ത് വെയിറ്റ് ആയിരിക്കും. വിത്ത് ഇൻട്രായൂട്രൈൻ ഗ്രോത്ത് റിട്ടാർഡേഷൻ, അതായത് നമ്മൾ ഗർഭാവസ്ഥയിൽ ഇരിക്കെ തന്നെ എന്ത് വരെയാണ്? വളർച്ചാ മുരടിപ്പ് സംഭവിക്കുക അല്ലെ.
പ്രഗ്നൻസിയിൽ തന്നെ എന്താണ് ഗ്രോത്ത് റിട്ടാർഡേഷൻ, വളർച്ച മുരടിപ്പുള്ള കുഞ്ഞുങ്ങൾ, അവരാണ് പിന്നെ പ്രിമച്വർ ബേബീസ് ആയിട്ട് മാറുന്നത് അല്ലെ. അപ്പൊ അങ്ങനെയുള്ളത്, പിന്നെ ബർത്ത് ഡിഫക്ട്, ജന്മനാ ഉണ്ടാകുന്ന വൈകല്യങ്ങള്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ കൈകാര്യം ചെയ്യുന്നത് ഏത് ഡിപ്പാർട്ട്മെന്റിലാണ്? NICU ഡിപ്പാർട്ട്മെന്റിലാണ്. അതെന്ന് പറയുന്നത് പീഡിയാട്രിക്സിന്റെ തന്നെ ഒരു സബ് സ്പെഷ്യാലിറ്റി ആണ്. ഓക്കെ, ഇനി എന്താണ്? Pediatric surgery is the department that deals with all surgical conditions from birth to the age of 15 years. അല്ലെ, ജനനം മുതൽ 15 വയസ്സ് വരെയുള്ള കുട്ടികളുടെ സർജിക്കൽ കണ്ടീഷൻസ് അല്ലെ കൈകാര്യം ചെയ്യുന്നത് ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ്? പീഡിയാട്രിക്സിന്റെ സർജറി വിഭാഗമാണ് അല്ലെ. അതായത് ജനനം മുതൽ 15 വയസ്സ് വരെയുള്ള കുട്ടികളുടെ സർജിക്കൽ കണ്ടീഷൻസുകളൊക്കെ കൈകാര്യം ചെയ്യുന്നത് പീഡിയാട്രിക് സർജറി ഡിപ്പാർട്ട്മെന്റ് ആണ്. ഓക്കെ, കുട്ടി പോകേണ്ടേ ഉള്ളൂ. പീഡിയാട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? കുട്ടികളുടെ അല്ലെ, കുട്ടികളുടെ ചികിത്സ, അവരുടെ എന്താ പറയുക പരിചരണങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് ആണ്. പീഡിയാട്രിക്സിന്റെ സബ് സ്പെഷ്യാലിറ്റി ഏതാണ്? അത് നിയോനാറ്റോളജി അല്ലെ, സോറി NICU അല്ലെ. NICUന്റെ ഫുൾ ഫോം എന്താണ്? NICU നിയോനാറ്റൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ് കേട്ടോ. നിയോനാറ്റോളജി ആണ് കേട്ടോ. നിയോനാറ്റോളജി ഇസ് ദ സബ് സ്പെഷ്യാലിറ്റി ഓഫ് പീഡിയാട്രിക്സ്. അപ്പൊ അത് നിയോനാറ്റോളജി ആ ഡിപ്പാർട്ട്മെന്റ് സേവനങ്ങൾ കൊടുക്കുന്നത് എന്തിലൂടെയാണ്? NICUയിലൂടെയാണ് അല്ലെ. NICUയിലൂടെയാണ് അവരുടെ ആ ഒരു ട്രീറ്റ്മെന്റുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ എന്തൊക്കെ സേവനങ്ങൾ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? പ്രിമച്വർ ബേബീസ്, ലോ ബർത്ത് റേറ്റ്, അതുപോലെ തന്നെ ബർത്ത് ഡിഫക്റ്റുകളൊക്കെ കൈകാര്യം ചെയ്യുന്നത് നിയോനാറ്റോളജി വിഭാഗമാണ്. ഓക്കെ, ക്ലിയർ ആണോ പറഞ്ഞത്? പറഞ്ഞാൽ ക്ലിയർ അല്ലേ? മനസ്സിലായില്ലേ? ഓക്കെ, ഒന്ന് വായിച്ചു നോക്കിക്കോട്ടോ. ആ ഒരു ഡിപ്പാർട്ട്മെന്റ് കുറിച്ച് ഒന്ന് വായിച്ചു. അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ഡിപ്പാർട്ട്മെന്റിലോട്ട് പോവാം കേട്ടോ. അടുത്ത ഡിപ്പാർട്ട്മെന്റ് ആണ് സൈക്യാട്രി ഡിപ്പാർട്ട്മെന്റ് അല്ലെ. സൈക്യാട്രി എന്തുമായിട്ട് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് ആണ്? മാനസിക തകരാറുകള്, മാനസികമായിട്ടുള്ള വെല്ലുവിളികളൊക്കെ നേരിടുന്ന രോഗികളെ പരിചരിക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ആണല്ലോ സൈക്യാട്രി ഡിപ്പാർട്ട്മെന്റ്. വായിക്കുന്നത് സൈക്യാട്രി ഈസ് അതിന്റെ മെന്റൽ പ്രോബ്ലംസുകളൊക്കെ കൈകാര്യം ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ്. Psychiatry is the branch of medicine that deals with the diagnosis, treatment and prevention of emotional, behavioral or cognitive disturbance. അണ്ടർലൈൻ ചെയ്ത് വെച്ചോ, അങ്ങനെ തന്നെ എടുത്ത് ചോദിക്കാറുണ്ട്. ഓക്കെ, സൈക്യാട്രി എന്ന് പറഞ്ഞാൽ എന്താണ്? ആളുകളുടെ വൈകാരികമായിട്ടും ഇമോഷണൽ ആയിട്ടും ബിഹേവിയറൽ ആയിട്ടും അതുപോലെ കോഗ്നിറ്റീവ് ആയിട്ട്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ ന്യൂറോളജി പറഞ്ഞപ്പോ പറഞ്ഞില്ലേ, കോഗ്നിറ്റീവ് ഫംഗ്ഷൻ, നമ്മുടെ വൈജ്ഞാനികമായിട്ട് നമ്മുടെ ചിന്ത, നമ്മുടെ ഓർമ്മ അല്ലെ, അതൊക്കെ അതിനെയൊക്കെ ഒരുപോലെ സാധിക്കുന്ന ഇഷ്യൂസുകളെ കൈകാര്യം ചെയ്യുന്നത് ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ്? സൈക്യാട്രി ഡിപ്പാർട്ട്മെന്റ് ആണ്. ഓക്കെ, ദിസ് ഡിപ്പാർട്ട്മെന്റ് ഡീൽസ് വിത്ത് ഇൻവെസ്റ്റിഗേറ്റിംഗ് ആൻഡ് ട്രീറ്റിംഗ് പേഷ്യൻസ് വിത്ത് എ വൈഡ് റേഞ്ച് ഓഫ് മെന്റൽ ഇൽനെസ്സസ് ആൻഡ് ഡിസോർഡേഴ്സ്. പല വിധത്തിലുള്ള മാനസിക തകരാറുകള്, മാനസിക വൈകല്യങ്ങളൊക്കെ നേരിടുന്ന ആളുകൾക്കുള്ള ട്രീറ്റ്മെന്റ് ആണ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി എന്തൊക്കെ സേവനങ്ങളാണ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് കൊടുക്കുന്നത് കേട്ടോ. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത്. ടെക്സ്റ്റിലുള്ള പോയിന്റുകൾ നിങ്ങൾ നോട്ട് ചെയ്ത് കേട്ടോ. അപ്പൊ ഒന്നാമത്തെ പോയിന്റ് ഇതാണ്, പ്രൊവൈഡിങ് സൈക്കോ സോഷ്യൽ കൗൺസിലിംഗ് അല്ലെ. എന്താണ് പ്രൊവൈഡിങ് സൈക്കോ സോഷ്യൽ കൗൺസിലിംഗ്? അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾക്ക് മാനസികമായിട്ട് സാമൂഹികമായിട്ടുള്ളൊരു കൗൺസിലിംഗ് കൊടുക്കണം, സോഷ്യൽ കൗൺസിലിംഗ് പ്രൊവൈഡ് ചെയ്യും അല്ലെ. അതായത് അത് പറഞ്ഞൊരു വ്യക്തികൾക്കായിരിക്കും, ഒരു ഇൻഡിവിജ്വൽ ആയിരിക്കില്ല, ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, ഒരു കൂട്ടം ആളുകൾ, ചിലപ്പോൾ ഒരു പോപ്പുലേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിക്ക് ആയിരിക്കും. നമുക്കറിയാം കഴിഞ്ഞ വർഷം നമ്മുടെ വയനാട് ചൂരൽമല അല്ലെ, ഇതൊക്കെ അവിടെ എന്തുണ്ടായി, ഉരുൾപൊട്ടലുണ്ടായിട്ട് ഒറ്റ രാത്രി കൊണ്ട് ഒരുപാട് ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ആ ഒരു സമയത്തൊക്കെ നമ്മൾ വാർത്തയിൽ പറയുന്നുണ്ടായിരുന്നു, അവർക്ക് ബാക്കിയുള്ള ആളുകൾക്ക് നമുക്കൊരു കൗൺസിലിംഗ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നു പറഞ്ഞു. കാരണം ആ ഒരു അപകടത്തിനെ നേരിട്ടുകൊണ്ട് ആ ഒരു ആഘാതത്തിൽ അവർക്കൊരു എന്താ പറയാ ഓവർകം ചെയ്യാനൊക്കെ അന്ന് വാർത്തയിൽ ആ സമയത്ത് പറയുന്നുണ്ട്, നമുക്കൊരു സോഷ്യൽ കൗൺസിലിംഗ്
പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾക്കാണ്, ആ ഒരു പ്രദേശത്തുണ്ടായ ഒരു കൂട്ടം ആളുകൾക്കാണ് അത് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു വ്യക്തിക്കല്ല അത് കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെയുള്ള സേവനങ്ങളാണ് അത് ഏത് ഡിപ്പാർട്ട്മെന്റാണ് കൊടുക്കുന്നത്? സൈക്യാട്രി ഡിപ്പാർട്ട്മെന്റ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ഇപ്പൊ പ്രൊവൈഡിങ് സൈക്കോ സോഷ്യൽ കൗൺസിലിംഗ്, അതുപോലെ തന്നെ ഇൻവെസ്റ്റിഗേറ്റിംഗ്, ഡയഗ്നോസ്റ്റിക് ആൻഡ് ട്രീറ്റിംഗ് സൈക്യാട്രിക് ഇൽനെസ്. അറിയാമോ? അതായത് ഇങ്ങനെയുള്ള മാനസികമായിട്ടുള്ള മെന്റൽ ഇൽനെസ്, മെന്റൽ പ്രോബ്ലംസുകളൊക്കെ കൃത്യമായിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് ഡയഗ്നോസ് ചെയ്ത് അതിന് വേണ്ട ചികിത്സകളും മറ്റും കൊടുക്കുക. മൂന്നാമത്തത് കണ്ടക്ടിങ് IQ ടെസ്റ്റ്. IQ ടെസ്റ്റുകൾ അത് കണ്ടക്ട് ചെയ്യുക. IQ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്റലിജൻസ് കോഷ്യന്റ് ആണ് അല്ലെ. IQ നമ്മൾ പറയില്ലേ, ആൾക്ക് IQ കൂടുതൽ, ഇന്റലിജൻസ് അളക്കുന്ന ഒരു യൂണിറ്റ് ആണ് അല്ലെ IQ. IQ വെച്ചിട്ടല്ലേ നമ്മള് ഇന്റലിജൻസ് പറയുന്നത്. ഇന്റലിജൻസ് കോഷ്യന്റ് IQ കൂടുതലാണ്. IQ കൂടുതലുള്ള ആളുകളുടെ പ്രത്യേകത എന്താ? അവർക്ക് ഭയങ്കര ബുദ്ധിയായിരിക്കും, ഇന്റലിജൻസ് പവർ ഭയങ്കരമായിരിക്കും. അപ്പൊ അത്തരത്തിലുള്ള IQ ടെസ്റ്റുകളൊക്കെ കണ്ടക്ട് ചെയ്ത് കൂടുതൽ വരുന്നത് നമ്മുടെ ഈ പറയുന്ന എഡ്യൂക്കേഷണൽ സൈക്കോളജിയായിട്ടൊക്കെ ബന്ധപ്പെട്ട് ആൾക്കാരെയൊക്കെ നമ്മൾ റിക്രൂട്ട് ചെയ്യുമ്പോഴും അങ്ങനെയുള്ള പർപ്പസിനൊക്കെയാണ് ഇത്തരം ടെസ്റ്റുകൾ ആവശ്യമായിട്ടുണ്ട് കേട്ടോ. എങ്ങനെയായാലും ഈ ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്തത് ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ്? സൈക്യാട്രി ഡിപ്പാർട്ട്മെന്റ് കേട്ടോ. ഓക്കെ, കണ്ടക്ടിങ് IQ ടെസ്റ്റ്. പിന്നെ എന്താണ്? ഈ അഡിക്ഷൻ സർവീസസ്, അഡിക്ഷൻ അല്ലെ, നമുക്കറിയാം ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് നമ്മുടെ ഡ്രഗ്സ് ഭയങ്കര അഡിക്ഷൻ ആണ്. അതുപോലെ ആൽക്കഹോൾ, ഇങ്ങനെയുള്ള അത് അഡിക്ഷൻ ഒരുതരം ബ്രെയിൻ ഡിസോർഡർ ആണ്. അഡിക്ഷൻ എന്ന് പറയുന്നതും ഒരുതരം ബ്രെയിൻ ഡിസോർഡർ ആണ്. അതില്ലാതെ പറ്റില്ല, അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് എത്തുകയാണ് അല്ലെ. ആ ഒരു രീതിയിലോട്ട് നമ്മുടെ ബ്രെയിനില് മാറുകയാണ്. ഒരു ബ്രെയിൻ ഡിസോർഡർ തന്നെയാണ്. അപ്പൊ അങ്ങനെയുള്ള അതിന് വേണ്ടിയിട്ടുള്ള ഡി അഡിക്ഷൻ സേവനങ്ങളും ഏത് ഡിപ്പാർട്ട്മെന്റിൽ പ്രൊവൈഡ് ചെയ്യുന്നു? സൈക്യാട്രി ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നു. 4 പോയിന്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. അതിന്റെ ഈ സേവനങ്ങൾ തന്നിട്ട് ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് ചോദിക്കും കേട്ടോ. എന്തൊക്കെയാണ്? പ്രൊവൈഡിങ് സൈക്കോ സോഷ്യൽ കൗൺസിലിംഗ്, ഇൻവെസ്റ്റിഗേറ്റിംഗ്, ഡയഗ്നോസ്റ്റിക് ആൻഡ് ട്രീറ്റിംഗ് സൈക്യാട്രിക് ഇൽനെസ്, കണ്ടക്ടിംഗ് IQ ടെസ്റ്റ് ആൻഡ് ദി അഡിക്ഷൻ സർവീസ്. ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ്? സൈക്യാട്രി ഡിപ്പാർട്ട്മെന്റ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ള ഡിപ്പാർട്ട്മെന്റ് പൾമണോളജി ആണ് കേട്ടോ. പൾമണോളജി ഡിപ്പാർട്ട്മെന്റ് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? കറക്റ്റ് ആണ് കേട്ടോ. ലങ്സ് ആണ് റെസ്പിറേറ്ററി അല്ലെ. നമ്മുടെ ശ്വാസകോശവുമായിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂസിലൊക്കെ കൈകാര്യം ചെയ്യുന്ന വിഭാഗം ഇതാണ്. ആ വിഭാഗം പൾമണോളജി. ഓക്കെ, പൾമണോളജി is the medical specialty that relates with the diagnosis and the treatment of diseases of the lungs or respiratory system. നമ്മുടെ ശ്വാസകോശം, നമ്മുടെ ശ്വസന വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളെയൊക്കെ കൈകാര്യം ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ്, ദാറ്റ് ഈസ് കോൾഡ് പൾമണോളജി. ഇറ്റ് ഈസ് ആൾസോ നോൺ ആസ്, എന്തൊക്കെ പേരുകളുണ്ട് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. പൾമണോളജി ഡിപ്പാർട്ട്മെന്റ് അറിയുന്ന മറ്റു പേരുകൾ ഏതൊക്കെയാണ്? റെസ്പിറോളജി അല്ലെങ്കിൽ റെസ്പിറേറ്ററി മെഡിസിൻ ഓർ ചെസ്റ്റ് മെഡിസിൻ. ഈ 3 പേരും എന്ത് തന്നെയാണ്? പൾമണോളജി ആണ് കേട്ടോ. ഇതൊക്കെയാണ് റെസ്പിറോളജി അല്ലെങ്കിൽ റെസ്പിറേറ്ററി മെഡിസിൻ, ചെസ്റ്റ് മെഡിസിൻ എന്നൊക്കെ ഇത് അറിയപ്പെടുന്നു. അപ്പൊ നിങ്ങൾക്ക് ചോദിക്കാം, താഴെ തന്നിരിക്കുന്ന പൾമണോളജി ഡിപ്പാർട്ട്മെന്റ് അറിയപ്പെടുന്ന മറ്റു പേരുകൾ ഏതൊക്കെയാണ്? റെസ്പിറോളജി, റെസ്പിറേറ്ററി മെഡിസിൻ അല്ലെങ്കിൽ ചെസ്റ്റ് മെഡിസിൻ എന്നൊക്കെ അറിയപ്പെടുന്നു. ഇത് ഡീൽസ് വിത്ത്, ഇനി എന്തൊക്കെ അസുഖങ്ങളാണ് ഇവിടെ ചികിത്സിക്കുന്നത്? നമുക്കറിയാം ശ്വാസകോശവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ അസുഖങ്ങളും ഈ ഒരു ഡിപ്പാർട്ട്മെന്റിലായിരിക്കും ട്രീറ്റ് ചെയ്യുന്നുണ്ടാകാം. ഇറ്റ് ഡീൽസ് വിത്ത് കോമൺ ഡിസീസസ് ലൈക്ക് അലർജി, അതുപോലെ തന്നെ ബ്രോങ്കൈറ്റിസ്, ലങ് ക്യാൻസർ എക്സെട്ര അല്ലെ, അലർജിക് പ്രോബ്ലംസ്, അതുപോലെ തന്നെ ബ്രോങ്കൈറ്റിസ് അല്ലെ, നമ്മുടെ ഈ പറയുന്ന ശ്വാസനാളങ്ങളിലൊക്കെ കഫം കെട്ടിക്കിടന്ന് നമുക്ക് ബ്രീത്തിങ് ഡിഫിക്കൽട്ടി ഒക്കെ വരുന്ന ഒരു സാഹചര്യമാണ് അല്ലെ ബ്രോങ്കൈറ്റിസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ശ്വാസകോശ ക്യാൻസറുകൾ, ലങ് ക്യാൻസർ, ഇത്തരത്തിലുള്ള അസുഖങ്ങളൊക്കെ ഈ ഒരു ഡിപ്പാർട്ട്മെന്റിലാണ് കൈകാര്യം ചെയ്യുന്നത്. ഇനി ആരാണ് പൾമണോളജിസ്റ്റ് എന്ന് പറഞ്ഞാല്? ഇതിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള പൾമണോളജി വിഭാഗത്തില് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡോക്ടർ, അതിന് നമ്മൾ എന്ത് പറയുന്നു? പൾമണോളജിസ്റ്റ്. ഓക്കെ, pulmonologists are the specially trained in disease and conditions of the chest, particularly pneumonia, asthma, tuberculosis and complicated chest infection. അതായത് ഈ പറയുന്ന ന്യൂമോണിയ എന്തിനെ ബാധിക്കുന്ന അസുഖമാണ്? ലങ്സിനെ ബാധിക്കുന്നതാണ് അല്ലെ. വൈറൽ ന്യൂമോണിയ ഉണ്ട്, ബാക്ടീരിയൽ ന്യൂമോണിയ ഉണ്ട്. ഇത് രണ്ടും ഏത് ഓർഗനെ ബാധിക്കുന്നത്? ലങ്സിനെയാണ്. അതുപോലെ ആസ്മ അല്ലെ, ബ്രീത്തിങ് ഡിഫിക്കൽട്ടി, പിന്നെ ട്യൂബർകുലോസിസ് അല്ലെ, TB, ക്ഷയരോഗം, അതുപോലെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള എല്ലാ ചെസ്റ്റ് ഇൻഫെക്ഷൻസും
ഇത്തരം അസുഖങ്ങളെ ട്രീറ്റ് ചെയ്യുന്ന സ്പെഷ്യലി ട്രെയിനഡ് ആയിട്ടുള്ള ഡോക്ടറിനെ നമ്മൾ എന്താണ് പറയുന്നത്? പൾമനോളജിസ്റ്റ് എന്നാണ്. പൾമനോളജിസ്റ്റ്. അതേ ഉള്ളൂ അതിനകത്ത് പഠിക്കാനായിട്ട് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണല്ലോ? മനസ്സിലായില്ലേ? ബ്രോങ്കൈറ്റിസ് എന്താണ്? നമ്മുടെ ശ്വാസനാളങ്ങളുണ്ടല്ലോ, ശ്വസനനാളങ്ങള്. ആ ശ്വസനനാളി എന്ത് ചെയ്യാണ്? അവിടെ നാരോ ആവാണ്. ആ ശ്വസനനാളി ഇങ്ങനെ നാരോ ആയിട്ട് ചുരുങ്ങിയിട്ട് അവിടെ മ്യൂക്കസ് ഒക്കെ വന്ന് കെട്ടിക്കിടന്ന് സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും? നമുക്ക് ബ്രീത്തിങ് ഡിഫിക്കൽറ്റി അനുഭവപ്പെടും അല്ലെ? ആ ഒരു അവസ്ഥയാണ് കേട്ടോ ബ്രോങ്കൈറ്റിസ് എന്ന് പറയുന്നത്. ഒന്ന് വായിച്ചു നോക്കിക്കോട്ടോ, പൾമനോളജി ഡിപ്പാർട്ട്മെന്റ് ഒന്ന് വായിച്ചു. ക്ലിയർ ആണോ? നെക്സ്റ്റ് ഡിപ്പാർട്ട്മെന്റിലോട്ട് കടക്കാൻ കേട്ടോ. അടുത്ത ഡിപ്പാർട്ട്മെന്റ് ആണ് പ്ലാസ്റ്റിക് സർജറി. പ്ലാസ്റ്റിക് സർജറി കേട്ടോ. അപ്പൊ നമുക്കറിയാം, പ്ലാസ്റ്റിക് സർജറി എന്ന് പറയുമ്പോൾ അതിന് പ്ലാസ്റ്റിക് ആയിട്ട് വല്ല കണക്ഷൻ ഉണ്ടോ? ഇല്ല. അപ്പൊ നമുക്കറിയാം ഈ പേര് വരാൻ ഒരു കാരണമുണ്ട്. പ്ലാസ്റ്റിക് സർജറി, പ്ലാസ്റ്റിക് എന്ന പേര് വരാൻ കാരണം പ്ലാസ്റ്റിക്കോസ് എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് വേർഡിൽ നിന്നുമാണ് അത് ഒറിജിനേറ്റ് ചെയ്യുന്നത് കേട്ടോ. പ്ലാസ്റ്റിക്കോസ്. ഓക്കെ, പ്ലാസ്റ്റിക്കോസ് എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് വേർഡ് ഉണ്ട്. ആ ഒരു വേർഡിൽ നിന്നാണ് ഈ ഒരു ടേം ഒറിജിനേറ്റ് ചെയ്തത് കേട്ടോ. അതുകൊണ്ടാണ് അതിന്റെ പേര് പ്ലാസ്റ്റിക് സർജറി എന്ന് പറയുന്നത്. ഈ പ്ലാസ്റ്റിക്കോസ് എന്ന് പറയുന്ന ആ ഒരു ഗ്രീക്ക് വേർഡിന്റെ മീനിങ് എന്താന്ന് വെച്ചാല് ടു മോൾഡ് എന്നാണ്. ടു മോൾഡ്. മോൾഡ് എന്ന് MOULD മോൾഡ്. മോൾഡ് എന്ന് വെച്ചാൽ എന്താണ്? രൂപാന്തരപ്പെടുത്തിയെടുക്കുക, രൂപമാറ്റം വരുത്തുക, രൂപാന്തരപ്പെടുത്തിയെടുക്കുക എന്നൊക്കെയുള്ള ഒരു മീനിങ് ആണ്. എന്ന് പറഞ്ഞാല് ശരിക്കും പ്ലാസ്റ്റിക് സർജറി നമ്മുടെ ഒരു സർജറി, അതായത് ശസ്ത്രക്രിയാ വിഭാഗത്തിൽ വരുന്ന ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗമാണിത് പ്ലാസ്റ്റിക് സർജറി എന്ന് പറയുന്നത്. നമ്മുടെ സർജറിയുടെ തന്നെ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗമാണ് പ്ലാസ്റ്റിക് സർജറി എന്ന് പറയുന്നത്. ആ ഒരു വാക്ക് ഒറിജിനേറ്റ് ചെയ്ത് വന്നത് പ്ലാസ്റ്റിക്കോസ് എന്ന് പറയുന്ന ഗ്രീക്ക് വേർഡിൽ നിന്നാണ്. അതിന്റെ മീനിങ് എന്താണ്? ടു മോൾഡ് എന്നാണ് അർത്ഥം. മോൾഡ് ചെയ്യാന്ന് വെച്ചാൽ രൂപാന്തരപ്പെടുത്തിയെടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ശരീരത്തിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള കോശങ്ങളെ എന്ത് ചെയ്യാണ്? മോൾഡ് ചെയ്യാണ്, രൂപാന്തരപ്പെടുത്തിയിട്ട് ആവശ്യമുള്ള സ്ഥലത്തേക്ക് അതിന്റെ ഫോമും അതിന്റെ ഷേപ്പും ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിൽ എത്തിക്കുന്നത് കൊണ്ടാണ് അതിന്റെ പേര് അങ്ങനെ വരാൻ കാരണം. പ്ലാസ്റ്റിക് സർജറി എന്ന പേര് വരാനുള്ള കാരണം മോൾഡ് ചെയ്തെടുക്കാണ്. ആവശ്യമായിട്ടുള്ള കോശങ്ങളെ നമ്മൾ രൂപമാറ്റം അല്ലെങ്കിൽ രൂപാന്തരപ്പെടുത്തിയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് അതിന്റെ ഫംഗ്ഷനും അതിന്റെ ഷേപ്പും ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലോട്ട് കൊണ്ടുവരുന്നത് കൊണ്ടാണ് അതിന്റെ പേര് പ്ലാസ്റ്റിക് സർജറി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഇതെന്ന് പറഞ്ഞാല് രണ്ട് ടൈപ്പ് ഉണ്ട്. ഓക്കെ, ഈ ഒരു എന്താ പറയുക പ്ലാസ്റ്റിക് സർജറി എന്ന് പറഞ്ഞാൽ രണ്ട് വിഭാഗങ്ങളാണ് അതിനകത്ത് വരുന്നത്. ഒന്ന് വന്നിട്ട് റീകൺസ്ട്രക്റ്റീവ് പ്ലാസ്റ്റിക് സർജറി. ഓക്കെ, പഠിക്കാനുണ്ട് റീകൺസ്ട്രക്റ്റീവ് പ്ലാസ്റ്റിക് സർജറി. രണ്ടാമത്തത് കോസ്മെറ്റിക് സർജറി. ഓക്കെ, ഇപ്പൊ പ്ലാസ്റ്റിക് സർജറി തന്നെ രണ്ട് വിഭാഗമുണ്ട്. റീകൺസ്ട്രക്റ്റീവ് പ്ലാസ്റ്റിക് സർജറി ഉണ്ട്, അതുപോലെ തന്നെ കോസ്മെറ്റിക് സർജറി ഉണ്ട്. അതിനകത്ത് എന്തായിരിക്കും റീകൺസ്ട്രക്റ്റീവ് പ്ലാസ്റ്റിക് സർജറി എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രധാനമായിട്ടും നമ്മളിപ്പോ എന്താണ് ചെങ്ങന ഉണ്ടാവുന്ന ചില വൈകല്യങ്ങള് അല്ലെങ്കിൽ വല്ല പരിക്കുകള് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ എന്താ പറയാ പൊള്ളല് അല്ലെ, പൊള്ളലേറ്റ് ഉണ്ടാകുന്ന പരിക്കുകള് അല്ലെങ്കിൽ ആക്സിഡന്റ് മൂലമൊക്കെ ഉണ്ടാകുന്ന പരിക്കുകള് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവില്ലേ? അപ്പൊ അങ്ങനെ വരുമ്പോ അത്തരത്തിൽ വരുന്ന വൈകല്യങ്ങളെ അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന ശസ്ത്രക്രിയ എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഈ പറയുന്ന ക്യാൻസറിന്റെ ഒക്കെ ഭാഗമായിട്ട് ചില ഭാഗങ്ങളൊക്കെ നമുക്ക് മുറിച്ചു മാറ്റേണ്ടതായിട്ട് വരും. അപ്പൊ അതുമൂലം ആ ഒരു ഭാഗത്തിൽ ഉണ്ടാവുന്ന ആ ഒരു ഷേപ്പ് അല്ലെ, അതിന്റെ ഫങ്ഷൻ അത് റീക്രിയേറ്റ് ചെയ്യുന്നത് റീക്രിയേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള സർജറി. അതാണ് ഇത് റീകൺസ്ട്രക്റ്റീവ് എന്ന് പറയുന്നത്. റീകൺസ്ട്രക്ട് ചെയ്യാന്ന് വെച്ചാൽ എന്താണ്? റീക്രിയേറ്റ് ചെയ്യാണ് അല്ലെ, നമ്മൾ വീണ്ടും അവിടെ റീ എസ്റ്റാബ്ലിഷ് ചെയ്യാണ് ആ ഒരു വൈകല്യത്തിന് അതിന്റെ ആ ഒരു പഴയൊരു ഫോമിലോട്ട് അല്ലെങ്കിൽ അതിന്റെ ഒരു ഫംഗ്ഷൻ നിർവഹിക്കുന്ന രീതിയിൽ അതിനെ മാറ്റിയെടുക്കുന്നത് കൊണ്ടാണ് അതിന്റെ പേര് റീകൺസ്ട്രക്റ്റീവ് പ്ലാസ്റ്റിക് സർജറി എന്ന് പറയുന്നത്. അത് മാത്രമല്ലാണ്ട് അതിനകത്ത് വരുന്നത് നമ്മളിപ്പം
എന്തെങ്കിലും എന്താ പറയാ നമ്മുടെ അവയവങ്ങളൊക്കെ മുറിച്ച് മാറ്റപ്പെടില്ലേ, ആക്സിഡന്റ് ഒക്കെ വന്നിട്ട് അറ്റുപോകുന്ന ഭാഗങ്ങളൊക്കെ തുന്നിച്ചാക്കുന്നതൊക്കെ ഏതിനകത്താണ് വരുന്നത്? റീകൺസ്ട്രക്റ്റീവ് പ്ലാസ്റ്റിക് സർജറിക്കകത്താണ്. ഇപ്പൊ കയ്യോ കാലോ അല്ലെങ്കിൽ ശരീരത്തിന്റെ ഏത് ഭാഗങ്ങളായി കഴിഞ്ഞാൽ അറ്റുപോയി കഴിഞ്ഞാൽ അതിന് പഴയ ഒരു ഭാഗത്തേക്ക് തുന്നിപ്പിടിപ്പിക്കുക. തുന്നിപ്പിടിക്കുക എന്ന് പറഞ്ഞാൽ ഈസി ആയിട്ട് പറയുന്ന പോലെ എളുപ്പമല്ല. അതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിന്റെ സ്കിന്ന്, അതുപോലെ ബ്ലഡ് വെസല്, അതുപോലെ ബോൺസുകള്, അതിന് വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള സംഭവങ്ങൾ വരെ വേണം അതിന്റെ ഇത് ചെയ്യാനായിട്ട്, തുന്നിപ്പിടിപ്പിക്കാനായിട്ട്. അപ്പൊ അത്തരത്തിലുള്ള സർജറികളൊക്കെ ഏതിനകത്താണ് വരുന്നത്? റീകൺസ്ട്രക്റ്റീവ് പ്ലാസ്റ്റിക് സർജറിക്കകത്താണ് വരുന്നത്. പിന്നെ പറഞ്ഞ രണ്ടാമത്തെ വിഭാഗം എന്ന് പറഞ്ഞാല് കോസ്മെറ്റിക് സർജറിയാണ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ എന്തായിരിക്കും? ഭംഗി കൂട്ടുന്നതിന് വേണ്ടിയിട്ട് ചെയ്യുന്ന സർജറിയാണ് കോസ്മെറ്റിക് സർജറി എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ ഫിലിം ഇൻഡസ്ട്രി അല്ലെ, അവരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? കോസ്മെറ്റിക് സർജറി അല്ലെ, അതായത് ഭംഗി കുറയ്ക്കാൻ, ഭംഗി കൂട്ടാം. ഭംഗി കൂട്ടുന്നതിന് വേണ്ടിയിട്ട് ചെയ്യുന്ന സർജറിയാണ് കോസ്മെറ്റിക് സർജറി എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പൊ നമ്മൾ മൂക്കിൽ ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് എന്താ പറയാ, റൈനോപ്ലാസ്റ്റി അല്ലെ, മൂക്കിന്റെ ഷേപ്പ് നമ്മൾ മാറ്റം വരുത്തുക. അതുപോലെ തന്നെ ഒത്തിരി ഉണ്ട്. അതുപോലെ ബ്ലിഫാറോപ്ലാസ്റ്റി എന്നൊക്കെ പറയും, നമ്മുടെ കൺപോള അല്ലെ, കണ്ണിന്റെ കൺപോള അപ്പിലെടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഹെഡ് ടു ഫൂട്ട് വരെ ചെയ്യുന്നുണ്ട് കോസ്മെറ്റിക് സർജറി അല്ലെ. ലിപ്പിൽ ചെയ്യുന്നുണ്ട്, സ്റ്റാർസ് ഒക്കെ ചെയ്യുന്നത് എന്താണ്? കോസ്മെറ്റിക് സർജറിയുടെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഏറ്റവും നല്ല ടിപ്പിക്കൽ എക്സാമ്പിൾ മൈക്കിൾ ജാക്സൺ ഒരു എക്സാമ്പിൾ ആണ് അല്ലെ. ഇഷ്ടംപോലെ കോസ്മെറ്റിക് സർജറി ചെയ്തിട്ടുള്ള ആളാണ്. ഓക്കെ. പിന്നെ അല്ലാതെ ഇപ്പോഴും ഫിലിമില് ഇഷ്ടംപോലെ ആളുകളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഭംഗി കൂട്ടുന്നതിന് വേണ്ടി നമ്മുടെ വയറിന്റെ ഫാറ്റൊക്കെ എടുത്ത് മാറ്റി ടെർമീൻ ടക്ക് എന്നൊക്കെ പറയും. ടെർമീൻ ടക്ക് എന്ന് പറഞ്ഞിട്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യമുണ്ട്. വയറ് തൂങ്ങി കിടക്കുന്ന വയറിലെ ഫാറ്റൊക്കെ എടുത്ത് മാറ്റിയിട്ട്, അതുപോലെ നമ്മുടെ അവള് ചിലരിങ്ങനെ വയറ് തടിച്ചൊക്കെ വരികയാണ്. അപ്പൊ ആ സമയത്ത് ഫാറ്റൊക്കെ എടുത്ത് മാറ്റിയിട്ട് കുറച്ചും കൂടെ എന്താണ് ഒന്ന് ചുരുക്കുക. മോഹൻലാലൊക്കെ ചെയ്തു. ഓക്കെ. ഇതൊക്കെ എന്താണ്? കോസ്മെറ്റിക് സർജറി. അതാണ് കോസ്മെറ്റിക് സർജറി ഉദ്ദേശിക്കുന്നത്. നമുക്കത് വായിക്കാം. പ്ലാസ്റ്റിക് സർജറി. ഇറ്റ് ഈസ് എ സർജിക്കൽ സ്പെഷ്യാലിറ്റി ഇൻ മെഡിസിൻ that focuses on the surgical repair of underline ചെയ്ത് വെക്കാം. That focuses on എന്താണ്? സർജിക്കൽ റിപ്പയർ ഓഫ് ഡിഫക്ട്സ് ഓഫ് ഫോം. ഡിഫക്ട്സ് ഓഫ് ഫോം അല്ലെ, അതിന്റെ ആ ഷേപ്പ്, ആ ഫോമിലുള്ള വൈകല്യങ്ങള്, ഓർ ഫങ്ഷൻ അല്ലെ, അതിന്റെ പ്രവർത്തനത്തിലുള്ള വൈകല്യങ്ങള്, അതിനെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു സർജിക്കൽ സ്പെഷ്യാലിറ്റി അല്ലെ. സർജറിയുടെ തന്നെ ഏറ്റവും സൂപ്പർ സ്പെഷ്യാലിറ്റി ആണിത് പ്ലാസ്റ്റിക് സർജറി എന്ന് പറയുന്നത്. It is a surgical specialty in medicine that focuses on surgical repair of defects of form or function of any of the human body. Okay. ഇനി എന്താണ്? This specialty is further classified into two subspecialty. ഇതൊക്കെയാണ് രണ്ട് സബ്സ്പെഷ്യാലിറ്റി. ഒന്ന് റീകൺസ്ട്രക്റ്റീവ് പ്ലാസ്റ്റിക് സർജറി. എന്താണ് റീകൺസ്ട്രക്റ്റീവ് പ്ലാസ്റ്റിക് സർജറി എന്ന് പറഞ്ഞാൽ? ഇത് പറയുന്നത് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ ഡിഫക്റ്റ് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. അതായത് സ്ട്രക്ചറിൽ വരുന്നത് അല്ലെ, അതിന്റെ ഘടനയിൽ വരുന്നതും അതിന്റെ പ്രവർത്തനത്തിൽ വരുന്ന വൈകല്യങ്ങളെ കറക്റ്റ് ചെയ്യുന്ന സർജറിനെ നമുക്ക് എന്ത് പറയാം? റീകൺസ്ട്രക്റ്റീവ് പ്ലാസ്റ്റിക് സർജറി എന്ന് പറയാം. എന്താണ് റീകൺസ്ട്രക്റ്റീവ് പ്ലാസ്റ്റിക് സർജറി? ഇറ്റ് കറക്റ്റ്സ് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ ഡിഫക്റ്റ്. ഘടനാപരമായിട്ട് ഷേപ്പിലും അതിന്റെ ഫങ്ഷനിൽ വരുന്ന ഡിഫക്റ്റുകളെ കറക്റ്റ് ചെയ്യുന്നതാണ് റീകൺസ്ട്രക്റ്റീവ് പ്ലാസ്റ്റിക് സർജറി. രണ്ടാമത്തേതാണ് കോസ്മെറ്റിക് സർജറി. കോസ്മെറ്റിക് സർജറി എന്താണ്? It enhances the appearance of the body through medical and surgical procedures. അല്ലെ, മെഡിക്കൽ സർജിക്കൽ പ്രൊസീജിയറുകളിലൂടെ നമ്മുടെ ബോഡിയുടെ അപ്പിയറൻസ്, ബോഡിയുടെ ഭംഗി കൂട്ടുന്നതിന് വേണ്ടിയിട്ട് ചെയ്യുന്ന സർജറിനെയാണ് കോസ്മെറ്റിക് സർജറി എന്ന് പറയുന്നത്. ഓക്കെ ആണോ? നെക്സ്റ്റ് വരുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് യൂറോളജി ആൻഡ് ആൻഡ്രോളജി ഡിപ്പാർട്ട്മെന്റ്. യൂറോളജി ആൻഡ് ആൻഡ്രോളജി ഡിപ്പാർട്ട്മെന്റ് അത് രണ്ടും ഒരുമിച്ചാണ് പറയുന്നത് കേട്ടോ. എന്തായിരിക്കും പേര് സൂചിപ്പിക്കുന്നത് പോലെ യൂറോളജി എന്ന് പറഞ്ഞാല് നമ്മുടെ യൂറിനറി ട്രാക്ട് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂസ് കൈകാര്യം ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് യൂറോളജി എന്ന് പറയുന്നത്. ഓക്കെ. അതോടൊപ്പം വായിക്കേണ്ട നമുക്ക് ബ്രാഞ്ച് ഓഫ് മെഡിസിൻ ദാറ്റ് ഫോക്കസസ് ഓൺ സർജിക്കൽ ആൻഡ് മെഡിക്കൽ ഡിസീസ് of the male and the female urinary tract system അണ്ടർലൈൻ ചെയ്തിരിക്കുക. അതാണ് എന്ത്? യൂറോളജി. പുരുഷന്മാരും സ്ത്രീകളിലും ഉണ്ടാവുന്ന യൂറിനറി ട്രാക്ട് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട സർജിക്കൽ മെഡിക്കൽ ട്രീറ്റ്മെന്റുകളൊക്കെ കൈകാര്യം ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റിനെയാണ് നമ്മൾ യൂറോളജി എന്ന് പറയുന്നത്. അപ്പോ എന്താണ് ആൻഡ്രോളജി എന്ന് പറഞ്ഞാല്?
അത് നെക്സ്റ്റിൽ പറയുന്നുണ്ട്. മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ്, നമ്മുടെ സ്ത്രീകളുടെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട വിഭാഗം ഗൈനക്കോളജി എന്ന് പഠിച്ചു എന്നതുപോലെ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂസുകൾ കൈകാര്യം ചെയ്യുന്നത് ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ്? ആൻഡ്രോളജി ഡിപ്പാർട്ട്മെന്റ് ആണ്. ഓക്കെ, ഇനി എന്തൊക്കെയാണ് ഈ ഒരു യൂറോളജി ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ ഭാഗമായിട്ടുള്ള ഓർഗൻസുകൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഓർഗൻസ് അണ്ടർ ദ ഡൊമൈൻ ഓഫ് യൂറോളജി ഇൻക്ലൂഡ് ഏതൊക്കെ ഭാഗങ്ങളാണ്? കിഡ്നി അല്ലെ, കിഡ്നി, അതുപോലെ തന്നെ അഡ്രീനൽ ഗ്ലാൻഡ് അല്ലെ, നമ്മുടെ കിഡ്നിയുടെ മുകൾ ഭാഗത്തായിട്ട് ഒരു ക്യാപ്പ് പോലെയുള്ള സ്ട്രക്ചറിനെയാണ് നമ്മൾ അഡ്രീനൽ ഗ്ലാൻഡ് എന്ന് പറയുന്നത്. ഇതിന്റെ കൂടെ ഭാഗമാണ് എൻഡോക്രൈൻ സിസ്റ്റത്തിന്റെ കൂടെ ഭാഗമാണ് കേട്ടോ. ഇത് യൂറിനറി ട്രാക്റ്റിന്റെ വരുന്നുണ്ട്. ഓക്കെ, കിഡ്നി, അതുപോലെ തന്നെ അഡ്രീനൽ ഗ്ലാൻഡ്, യൂറിറ്റേഴ്സ്. യൂറിറ്റേഴ്സ് എന്ന് പറഞ്ഞാല് നമ്മുടെ കിഡ്നിയിൽ നിന്ന് കേട്ടോ, നമ്മുടെ കിഡ്നിയിൽ നിന്ന് ഇറ്റ്സ് എ ട്യൂബ്, ഇറ്റ് ഇസ് എ ട്യൂബ് ദാറ്റ് ക്യാരി ദ യൂറിൻ ഫ്രം കിഡ്നി ടു ബ്ലാഡർ. പിക്ചർ കാണിച്ചത് കേട്ടോ, കിഡ്നിയിൽ നിന്നും ബ്ലാഡറിലോട്ട് യൂറിൻ എത്തിക്കുന്ന ട്യൂബിനെയാണ് നമ്മൾ യൂറിറ്റേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ദെൻ യൂറിനറി ബ്ലാഡർ അല്ലെ, മൂത്രസഞ്ചി ബ്ലാഡറിലോട്ട് വരുന്നു. യൂറിത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബ്ലാഡറിൽ നിന്നും യൂറിനെ ഔട്ട് ഓഫ് ദ ബോഡി, അതായത് ബോഡിയുടെ പുറത്തേക്ക് എത്തിക്കുന്ന ട്യൂബിനെയാണ് യൂറിത്ര എന്ന് പറയുന്നത് കേട്ടോ. യൂറിത്ര എന്ന് പറഞ്ഞാൽ ഒരു ട്യൂബ് തന്നെയാണ്. ഇറ്റ് ക്യാരി ദ യൂറിൻ ഫ്രം ബ്ലാഡർ ടു ഔട്ട് ഓഫ് ദ ബോഡി. ഓക്കെ, അപ്പൊ ഇത്രയും ഭാഗങ്ങളാണ്. ഒപ്പം നമ്മൾ എന്ത് പറയുന്നത്, ആൻഡ്രോളജി വിഭാഗവും കൂടി ചേർത്ത് പറയുമ്പോൾ മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസും കൂടെ അതിന്റെ ഭാഗമാണ്. ഓക്കെ, അപ്പൊ ഒരു യൂറിനറി ചിത്രം നോക്കിക്കോട്ടോ, പിക്ചർ കണ്ടോ, പിക്ചർ കണ്ടോ? ഓക്കെ അല്ലേ? ഇതാണ് നമ്മുടെ യൂറിനറി ട്രാക്ട് സിസ്റ്റത്തിന്റെ ഒരു ഡയഗ്രാം ആണ്. ഈ പറയുന്ന ഭാഗങ്ങളൊക്കെ അതിന്റെ കേട്ടോ. കിഡ്നി വരുന്നത് കേട്ടോ, കിഡ്നി അതിന്റെ ഭാഗമാണ്. പിന്നെ വരുന്നത് ഏതാണ്? യൂറിറ്റേഴ്സ്. കിഡ്നിയുടെ മുകൾ ഭാഗത്ത് അതിൽ പറഞ്ഞിട്ടില്ല അഡ്രീനൽ ഗ്ലാൻഡ് കേട്ടോ. അഡ്രീനൽ ഗ്ലാൻഡും ഇതിനകത്ത് പറയുന്നുണ്ട്. ശരിക്കും അത് കിഡ്നിയുടെ മുകൾ ഭാഗത്തായിട്ട് ഇവിടെ വരും കേട്ടോ, അഡ്രീനൽ ഗ്ലാൻഡ്. ഇതിൽ പഠിക്കാം കിഡ്നി, അതുപോലെ തന്നെ യൂറിറ്റേഴ്സ്. എന്താണ് യൂറിറ്റർ എന്ന് പറഞ്ഞാൽ കണ്ടോ, ഈ ഒരു ട്യൂബാണ്. ഈ ഒരു ട്യൂബ് എന്താ ചെയ്യുന്നതെന്ന് അറിയോ? ഇറ്റ് ഇസ് എ ട്യൂബ് ദാറ്റ് ക്യാരി ദ യൂറിൻ ഫ്രം കിഡ്നി അല്ലെ, കിഡ്നി തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത്, കിഡ്നി ടു ഇങ്ങോട്ടൊക്കെ പോകുന്നത് ബ്ലാഡർ, ആണ് നമ്മുടെ ബ്ലാഡർ. ഓക്കെ, അപ്പൊ കിഡ്നിയിൽ നിന്ന് നമ്മുടെ യൂറിനെ ബ്ലാഡറിലോട്ട് എത്തിക്കുന്ന ആ ഒരു ട്യൂബാണ് യൂറിറ്റർ, യൂറിറ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ യൂറിത്ര ഏത് ഭാഗമാണ്? യൂറിത്ര എന്താ ചെയ്യുന്നത്? ഇസ് എ ട്യൂബ്, അതൊരു ട്യൂബ് തന്നെയാണ്. ദാറ്റ് ക്യാരീസ് ദ യൂറിൻ ഫ്രം ബ്ലാഡർ, ബ്ലാഡറിൽ നിന്നും ഔട്ട് ഓഫ് ദ ബോഡി അല്ലെ, ബോഡിയുടെ പുറത്തോട്ട് യൂറിനെ കളയുന്ന ആ ഒരു ട്യൂബാണ് യൂറിത്ര എന്ന് പറയുന്നത്. ബ്ലാഡർ. ഓക്കെ, ഭാഗങ്ങൾ കിട്ടിയില്ലേ? കിഡ്നി, അതുപോലെ തന്നെ യൂറിറ്റേഴ്സ്, പിന്നെ ഏതാണ്? ബ്ലാഡർ, ദെൻ യൂറിത്ര. യൂറിറ്റേഴ്സും യൂറിtraയും മാറിപ്പോകരുത്. യൂറിറ്റർ എന്താ ചെയ്യുന്നത്? ക്യാരി ദ യൂറിൻ ഫ്രം കിഡ്നി ടു ബ്ലാഡർ. ഇതാണ് ഈ ട്യൂബ്. യൂറിത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ക്യാരി യൂറിൻ ഫ്രം ബ്ലാഡർ ടു ഔട്ട്. ഓക്കെ, ക്ലിയർ ആണല്ലോ? പിക്ചർ കണ്ടോ? ഇത്രയാണ് അതിനകത്ത് വരുന്നത്. ഇനി പറയുന്നത് എന്താണ്? യൂറോളജി കമ്പൈൻസ് the management of medical conditions such as urinary tract infections and with management of surgical conditions such as bladder or prostate cancer, kidney stones, congenital abnormalities and traumatic injury. നമ്മുടെ ഒരു എന്താ പറയാ യൂറോളജി വിഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നത്? യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസുമായിട്ട് ബന്ധപ്പെട്ട മെഡിക്കൽ കണ്ടീഷൻസുകളുടെ മാനേജ്മെന്റ്, അതോടൊപ്പം തന്നെ ബ്ലാഡർ, പ്രോസ്റ്റേറ്റ് ക്യാൻസർ, കിഡ്നി സ്റ്റോണ്, കൺജനിറ്റൽ, അതായത് നമ്മൾ ബൈ ബർത്തിനെ ഉണ്ടാവുന്ന അബ്നോർമാലിറ്റീസുമായിട്ട് ബന്ധപ്പെട്ട സർജിക്കൽ കണ്ടീഷൻസിന്റെ മാനേജ്മെന്റ്, രണ്ടും കൂടെ സംയോജിപ്പിച്ചുകൊണ്ടുള്ള സേവനങ്ങളാണ് ആര് കൊടുക്കുന്നത്? യൂറോളജി ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അതായത് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് പോലുള്ള കോമൺ അസുഖങ്ങൾ കിട്ടും. അതുപോലെ നമ്മുടെ ബ്ലാഡർ, പ്രോസ്റ്റേറ്റ് ക്യാൻസർ, കിഡ്നി സ്റ്റോൺ, കൺജനിറ്റൽ എന്ന് വെച്ചാൽ എന്താണ്? ബൈ ബർത്ത് ജന്മനാ ഉണ്ടാവുന്ന ചില അബ്നോർമാലിറ്റീസ്, ട്രോമാറ്റിക് ഇഞ്ചുറി, അതായത് യൂറിനറി ട്രാക്ട് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന ഗുരുതരമായിട്ടുള്ള പരിക്കുകള്, ഇഞ്ചുറികള്, അങ്ങനെയുള്ള സർജിക്കൽ കണ്ടീഷൻസുകളും ആരാണ് കൈകാര്യം ചെയ്യുന്നത്? ഡിപ്പാർട്ട്മെന്റ് ആണ് ഹാൻഡിൽ ചെയ്യുന്നത്. യൂറോളജി ഡിപ്പാർട്ട്മെന്റ് ആണ് ഹാൻഡിൽ ചെയ്യുന്നത്. ഓക്കെ ആണോ? മനസ്സിലായോ? ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ ഇതോട് കൂടിയിട്ട് നമ്മുടെ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റുകൾ അത് അവസാനിക്കുകയാണ്. നമ്മൾ എവിടെ നിന്ന് തുടങ്ങിയെന്ന് ഓർമ്മയുണ്ടല്ലോ? നമ്മുടെ ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റിനെ മൂന്നായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്,
സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ്, അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്. ഈ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിന് അത് നമ്മൾ IPD എന്നും OPD എന്ന് രണ്ടായിട്ട് സംവിധാനം. IPD സേവനങ്ങൾ നമ്മൾ കണ്ടു. OPD സേവനങ്ങൾ എന്ന് പറയുന്നതാണ് 24 ഡിപ്പാർട്ട്മെന്റുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇത്രയും ഡിപ്പാർട്ട്മെന്റുകൾ ക്ലിയർ ആണോ നിങ്ങൾക്ക്? ഓക്കെ ആണോ? ഓക്കെ, ഒന്ന് ചോദ്യം ചോദിക്കട്ടെ, നിങ്ങൾ ആൻസർ പറയൂ. ഓക്കെ, നമ്മൾ വെയിറ്റ് ചെയ്യാം. ആൻഡ്രോളജി. ആൻഡ്രോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട വിഭാഗമാണ് കേട്ടോ. നമ്മളിപ്പോ സ്ത്രീകളുടെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട വിഭാഗം ഗൈനക്കോളജി എന്ന് നമ്മൾ പഠിക്കുന്നില്ലേ? എന്നതുപോലെ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട വിഭാഗമാണിത് ആൻഡ്രോളജി എന്ന് പറയുന്നത്. അവരുടെ ഒരു ഹോർമോണാണ് ആൻഡ്രജൻ. ആൻഡ്രജൻ എന്ന് പറയുന്നത് ഒരു പുരുഷ ഹോർമോണാണ്. അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു വാക്കാണ് ആൻഡ്രോളജി കേട്ടോ. അപ്പോൾ യൂറോളജി, ഞാൻ ക്ലാസ് കേൾക്കുന്നില്ലേ, ശ്രദ്ധിക്കുന്നില്ലേ? ഞാൻ പറയുന്ന ക്ലാസ് മനസ്സിലാവാതെയുണ്ടോ? ക്ലിയർ ആവാതെയുണ്ടോ? അപ്പൊ യൂറോളജി എന്താണ്? ഒരാൾ പറഞ്ഞു കൊടുത്തേ, എന്താണ് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് പറഞ്ഞിട്ടില്ലേ? യൂറോളജി എന്താണ് പറഞ്ഞു കൊടുത്തേ. എന്താണ് യൂറോളജി? നിങ്ങൾ തന്നെ പറയും. യൂറോളജി എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? യൂറിനറി ട്രാക്ട് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ടത്. അത് ചേർത്ത് പറയുന്നു എന്ന് മാത്രം കേട്ടോ. അത് ഒരുമിച്ച് പറഞ്ഞു എന്ന് മാത്രം. യൂറോളജി ആൻഡ് ആൻഡ്രോളജിനെ ഒരുമിച്ച് പറഞ്ഞു. ആൻഡ്രോളജി എന്ന് പറയുന്നത് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂസ്. യൂറോളജി എന്ന് പറഞ്ഞാൽ പുരുഷന്മാരുടെ സ്ത്രീകൾക്ക് യൂറിനറി ട്രാക്ട് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട വിഭാഗം. രണ്ടും ഒരുമിച്ച് എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യും. ക്വസ്റ്റ്യൻ കേട്ടോ. അറിയാവുന്നവര് പെട്ടെന്ന് തന്നെ മെസ്സേജ് ചെയ്യാം കേട്ടോ. ഓക്കെ, പല ഡിപ്പാർട്ട്മെന്റുകൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എളുപ്പമായിട്ട് തോന്നും. ആൻസർ കിട്ടുന്നുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ, ഫസ്റ്റ് ഇതാണ്. ഓഡ് വൺ ഔട്ട് കേട്ടോ. ഓഡ് വൺ ഔട്ട് നിങ്ങൾ പറയണം. ചെയ്യാൻ കണ്ടുപിടിക്കണം. ഓപ്ഷൻസ് കേട്ടോളൂ. കാഷ്വാലിറ്റി, ഡെർമറ്റോളജി, ന്യൂറോളജി, മെറ്റേണിറ്റി വാർഡ്സ്. ഒന്നുകൂടെ ഓപ്ഷൻസ് പറയാം. കാഷ്വാലിറ്റി, ഡെർമറ്റോളജി, ന്യൂറോളജി, മെറ്റേണിറ്റി വാർഡ്സ്. ഇതിൽ ഓഡ് വൺ ആയിട്ടുള്ളത് ആരാണ് പറയാം? ചിന്തിച്ച് വേണം പറയാനായിട്ട് കേട്ടോ. കാഷ്വാലിറ്റി അതാണ് ആൻസർ. ഓക്കെ, മെറ്റേണിറ്റി ലാസ്റ്റ്. ഓക്കെ, കറക്റ്റ് ആണ്. മെറ്റേണിറ്റി ആണ് കേട്ടോ കറക്റ്റ്. കാര്യം എന്താ? മെറ്റേണിറ്റി വാർഡ്സ് ഏതിനകത്ത് വരുന്നതാണ്? ഇൻ പേഷ്യന്റ് സർവീസിനകത്ത് വരുന്നതാണ് അല്ലെ. നമ്മൾ IPD എന്നും OPD എന്നും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തില്ലേ? അപ്പൊ ഇൻ പേഷ്യന്റ് സർവീസിനകത്താണ് ഇത് വരുന്നത്, മെറ്റേണിറ്റി വാർഡ്സ് ആണ്. ബാക്കിയുള്ളതെല്ലാം ഔട്ട് പേഷ്യന്റ് സർവീസസ് വിഭാഗത്തിലാണ് വരുന്നത്. ഓക്കെ, ചെറിയൊരു കൺഫ്യൂഷൻ വന്നില്ലേ ക്വസ്റ്റ്യൻ കേട്ടപ്പോ? കുറച്ചെങ്കിലും വെറുതെ കൺഫ്യൂഷൻ വന്നില്ലേ? കേൾക്കുമ്പോ ചിലപ്പോ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് അതൊക്കെ ഞങ്ങൾക്ക് അറിയാവുന്നതാണ് വിചാരിക്കുമ്പോ ക്വസ്റ്റ്യൻ ഒന്നും കൂടെ ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ നമ്മൾ ചെക്ക് ചെയ്യാം കേട്ടോ. അടുത്തത് വാസ്കുലാർ ഡീൽസ് വിത്ത് ദ ഡിസീസ് ഓഫ് ഡാഷ്. വാസ്കുലാർ ഡീൽസ് വിത്ത് ദ ഡിസീസ് ഓഫ് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ് വാസ്കുലാർ പറയുന്നത്? ആരും കറക്റ്റ് ആൻസർ അല്ല കേട്ടോ പറഞ്ഞത്. വാസ്കുലാർ ഡീൽസ് വിത്ത് ഡിസീസ് ഓഫ് എന്തുമായിട്ട് ബന്ധം? വാസ്കുലാർ എന്ന വേർഡ് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഒരാള് പോലും കറക്റ്റ് ആൻസർ അല്ല കേട്ടോ പറഞ്ഞത്. ശ്രദ്ധ പറഞ്ഞ കറക്റ്റ് ആൻസർ ആണ്. ബ്ലഡ് വെസൽ ആണ്. എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ആൻസർ കറക്റ്റ് ആണ്. വെസൽസ് ആണ് കേട്ടോ. വെസൽസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. വാസ്കുലർ നമ്മൾ പഠിച്ചിട്ട് കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിലാണ്. അപ്പൊ ഹാർട്ട് അല്ല,
മസ്കുലർ എന്ന് പറഞ്ഞാൽ ബ്ലഡ് വെസൽസുമായിട്ട് ബന്ധപ്പെട്ട വാക്കുകൾ അവിടെ അങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ട്. ഓക്കെ, ബ്ലഡ് വെസൽസ്. അടുത്തത് അനസ്തേഷ്യ which includes the loss of consciousness. എന്ന് പറയാമോ? അനസ്തേഷ്യ that includes the loss of consciousness. നമ്മുടെ കോൺഷ്യസ്നെസ്, നമ്മുടെ ബോധാവസ്ഥ കംപ്ലീറ്റ് പോകുന്നതുമായിട്ട് ബന്ധപ്പെട്ട അനസ്തേഷ്യ ഏതാണെന്ന് അറിയാമോ? അനസ്തേഷ്യ which include loss of consciousness. തെറ്റാണ് കേട്ടോ. കറക്റ്റ് ആൻസർ പറയാം. കറക്റ്റ് ആണ് കേട്ടോ. വിജയകുമാർ കറക്റ്റ് ആണ്. ജനറൽ അനസ്തേഷ്യ ആണ് അല്ലെ. അപ്പൊ നമ്മൾ പഠിച്ചിരുന്ന കാര്യം എന്തായിരുന്നു? നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? 3 ടൈപ്പ് അനസ്തേഷ്യ ഉണ്ട് അല്ലെ. ജനറൽ അനസ്തേഷ്യ ഉണ്ട്, റീജിയണൽ അനസ്തേഷ്യ ഉണ്ട്, ലോക്കൽ അനസ്തേഷ്യ ഉണ്ട്. അതിൽ ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നു, ജനറൽ അനസ്തേഷ്യക്ക് എന്തുണ്ടാവും? നമ്മൾ കംപ്ലീറ്റ് സ്ലീപ്പിംഗ് മോഡിലോട്ട് പോകും, കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ അബോധാവസ്ഥയിലാകും. പറഞ്ഞില്ലേ? അതേസമയം റീജിയണലും ലോക്കലും അങ്ങനെയാണോ? ആ ഒരു ഭാഗം മാത്രമല്ലേ നമ്മൾ മറിയുന്നത്, പക്ഷെ നമ്മൾ എന്തായിരിക്കും? ഫുള്ളി കോൺഷ്യസ് ആണ്. പറഞ്ഞു ഓക്കെ, അപ്പൊ അതാണ് ജനറൽ അനസ്തേഷ്യ ആണ് ആൻസർ. അടുത്തത് ടൈപ്പ് ഓഫ് അനസ്തേഷ്യ യൂസ്ഡ് ബൈ ദ ഡെന്റിസ്റ്റ്. ഡെന്റിസ്റ്റുകൾ യൂസ് ചെയ്യുന്ന അനസ്തേഷ്യ ഏതാണെന്നൊന്ന് പറയാമോ? ഡെന്റിസ്റ്റുകൾ യൂസ് ചെയ്യുന്ന അനസ്തേഷ്യ കറക്റ്റ് ആണ് കേട്ടോ. ലോക്കൽ അനസ്തേഷ്യ. അങ്ങനെയാണെങ്കിൽ സിസേറിയൻ സെക്ഷന് നമ്മൾ ഏത് അനസ്തേഷ്യ ചെയ്യുന്നത്? സിസേറിയൻ സെക്ഷന് ചെയ്യുന്ന അനസ്തേഷ്യ ഏതാ? കറക്റ്റ് ആണ്. ഷബിൻ ആദിലക്ഷ്മി കറക്റ്റ് ആണ്. റീജ, ഷാദ, ആര്യ, ഓക്കെ, അഫീല കറക്റ്റ് ആണ് കേട്ടോ. റീജിയണൽ അനസ്തേഷ്യ ആണ് നമ്മൾ സിസേറിയൻ സെക്ഷൻ ചെയ്യുന്നത്. ഓക്കെ, സ്റ്റഡി ഓഫ് ഹോർമോൺസ് ആൻഡ് ഹോർമോൺ പ്രൊഡ്യൂസിംഗ് ഗ്ലാൻഡ്സ്. ഏത് വിഭാഗം എന്ന് പറയാൻ പറ്റുമോ? Which department that deals with the study of hormones and hormone related glands? ഇതാണ് endocrinology. Okay, endocrinology department. Then thyroid disorders are treated in which department? In which department thyroid disorders are treated? Thyroid disorders are treated in the endocrine department. Okay, clear ആണ്. General medicine is also known as അറിയപ്പെടുന്നത് ജനറൽ മെഡിസിനെ പറയുന്ന മറ്റൊരു പേരെന്താണ്? മറ്റൊരു പേര് പറഞ്ഞ ജനറൽ മെഡിസിനെ പറയുന്ന മറ്റൊരു പേരെന്താണ്? ഓക്കെ, വെരി ഗുഡ്, കറക്റ്റ് ആണ്. ജനറൽ മെഡിസിൻ കേട്ടോ. ഈ രീതിയിലൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ചോദിക്കുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റ് അബ്ഡോമിനൽ റിലേറ്റഡ് പ്രോബ്ലംസ്. അബ്ഡോമിനൽ റിലേറ്റഡ് പ്രോബ്ലംസ് ഏത് ഡിപ്പാർട്ട്മെന്റ് ആണെന്നൊന്ന് പറയൂ? ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ. ഗൈസ്ട്രോ എൻറ്ററോളജി. ഇത് ഡിപ്പാർട്ട്മെന്റ് ആണ് ഗൈസ്ട്രോ എൻറ്ററോളജി ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ. ഇലക്ട്രോലൈറ്റിക് ഇംബാലൻസസ് ഇസ് എ സൈൻ ഓഫ് പ്രോബ്ലംസ്. എന്തുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലം ആണ്? ഇലക്ട്രോലൈറ്റിക് ഇംബാലൻസ്. ദാറ്റ് ഇസ് എ സൈൻ ഓഫ് പ്രോബ്ലംസ് റിലേറ്റഡ് ടു ഏത് ഓർഗനുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഇലക്ട്രോലൈറ്റിക് ഇംബാലൻസസ്. ഡിപ്പാർട്ട്മെന്റിൽ ഇങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ട്. ഏതാണെന്നറിയാമോ? ഇലക്ട്രോലൈറ്റിക് ഇംബാലൻസസ് വരുന്നത് എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ്? എന്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്? നമ്മുടെ ശരീരത്തിലുള്ള ധാതു ലവണങ്ങളുടെ ഇംബാലൻസസ് ഒക്കെ സംഭവിക്കുന്നത് എന്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്? കിഡ്നിയായിട്ട് ബന്ധപ്പെട്ടല്ലേ? അതെ, ഏതായിരിക്കും? നെഫ്രോളജി ഡിപ്പാർട്ട്മെന്റ് കേട്ടോ. ഓക്കെ, നെഫ്രോളജി ഡിപ്പാർട്ട്മെന്റ്. മെഡിക്കൽ സ്പെഷ്യാലിറ്റി ദാറ്റ് യൂസസ് റേഡിയോ ആക്റ്റീവ് ട്രേസേഴ്സ് ടു ഡയഗ്നോസ് ആൻഡ് ട്രീറ്റ് ഡിസീസസ്. ഏത് ഡിപ്പാർട്ട്മെന്റ് ആണെന്നൊന്ന് പറഞ്ഞേ. വിച്ച് ഡിപ്പാർട്ട്മെന്റ് ഡീൽസ് ദ ന്യൂക്ലിയർ മെഡിസിൻ ഡിപ്പാർട്ട്മെന്റ്. ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഡിപ്പാർട്ട്മെന്റുകൾ ഓക്കെ അല്ലേ? അതായത് ക്വസ്റ്റ്യൻസ് വന്ന് ആൻസർ ചെയ്യില്ലേ നിങ്ങള്? അടുത്തൊരു ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചേ. ദ ഫൈബറസ് കണക്റ്റീവ് ടിഷ്യൂ ദാറ്റ് അറ്റാച്ചസ് മസിൽ ടു ബോൺ എന്ന് പറഞ്ഞതാണ്. ഇന്ന് പറഞ്ഞ ക്ലാസ്സിലാണ്. ദ ഫൈബറസ് കണക്റ്റീവ് ടിഷ്യൂ ദാറ്റ് attaches muscle to bone is called. Okay, correct understand. Tendons ആണ്. കപ്പില ഓർത്തോപെഡിക് ഡിപ്പാർട്ട്മെന്റിലാണ്. അതില് ഞാൻ ചോദിച്ചത് കണക്റ്റീവ് ഫൈബറസ് ടിഷ്യൂ ദാറ്റ് അറ്റാച്ചസ് മസിൽ ടു ബോൺ. ഏതാണത്? ടെൻഡൻസ്. കറക്റ്റ് ആണ്. ടെൻഡൻസ്, ഓർത്തോപെഡിക് ടെൻഡൻസ്. കറക്റ്റ് ആണ്. ഈ രീതിയിലൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് കേട്ടോ. ഡിപ്പാർട്ട്മെന്റുകൾ എന്തായാലും അറിഞ്ഞിരിക്കണം. അതുമായിട്ട് ബന്ധപ്പെട്ട ഓർഗൻസുകൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം കേട്ടോ.
അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് അവസാനിച്ച് ഇനി നമുക്ക് സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റുകൾ നോക്കാം. രണ്ടാമത്തെ ഡിവിഷൻ ആയിരുന്നു അല്ലെ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ്. സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് നമുക്കൊരു 12 എണ്ണം പഠിക്കാനുണ്ട് കേട്ടോ. 24 മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റുകൾ പഠിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 12 സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റുകളാണ് നോക്കാനായിട്ടുള്ളത്. ഇതൊക്കെയാണ് നോക്കാം. ഇതൊക്കെയാണ് ക്ലിനിക്കൽ ലബോറട്ടറീസ്, റേഡിയോ ഡയഗ്നോസിസ് സർവീസസ്, അതായത് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ്, പിന്നെ സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് എന്ന CSSD അല്ലെ സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്, പിന്നെ വരുന്നത് ഹോസ്പിറ്റൽ ഫാർമസി, മെഡിക്കൽ റെക്കോർഡ്സ്, ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ്, ഡയറ്ററി സർവീസ് ഡിപ്പാർട്ട്മെന്റ്, IT ആൻഡ് കമ്മ്യൂണിക്കേഷൻ, then medical social services, physiotherapy, medical maintenance and engineering, purchasing department എന്ന മെറ്റീരിയൽ മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ്. ഇത്രയുമാണ് ഇതിനകത്ത് വരുന്നത് സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റിനകത്ത് വരുന്നത്. നമ്മൾ മെയിൻ ആയിട്ട് പഠിച്ച മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റുകൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാവിധ പിന്തുണയും കൊടുക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. എന്നിട്ട് 12 എണ്ണം പഠിക്കാനുണ്ട് കേട്ടോ. ഒന്നാമത്തത് ഫസ്റ്റ് വൺ നമുക്ക് നോക്കാം, ക്ലിനിക്കൽ ലബോറട്ടറീസ്. അപ്പൊ നിങ്ങൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. ഓരോ ഡിപ്പാർട്ട്മെന്റുകൾ വരുമ്പോ അത് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിലാണോ, സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റിലാണോ, അതോ അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റിലാണോ ഉൾപ്പെടുന്നത് കറക്റ്റ് ആയിട്ട് നോക്കണം. ചിലപ്പോൾ അറിയാം ഫാർമസി ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് പെടുന്നത്, മെഡിക്കൽ ആണോ എന്ന് വെച്ചാൽ മെഡിക്കൽ ആണ്. പക്ഷെ നമ്മൾ ഇങ്ങനെ ഡിവിഷൻ ചെയ്ത് പഠിക്കുന്നതുകൊണ്ട് ഫാർമസി വരുന്നത് ഏതിനാണ്, സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റിനകത്താണ് വരുന്നത്. ഓക്കെ, അങ്ങനെയൊക്കെയുള്ളതൊന്ന് ശ്രദ്ധിച്ചു വെക്കണം കേട്ടോ. ഫസ്റ്റ് വണ്ണാണ് ക്ലിനിക്കൽ ലബോറട്ടറീസ്. ലബോറട്ടറി എങ്ങനെയാണ് ക്ലിനിക്കൽ ലബോറട്ടറീസിന്റെ കാര്യം പറയുന്നത്? The primary function of a clinical laboratory is to perform lab tests in the 6 main fields of bacteriology, biochemistry, histology, serology, hematology and cytology. ഒരു ലാബിന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഏതൊക്കെ ഫീൽഡുകളിലുള്ള ടെസ്റ്റുകളാണ് അവിടെ നടത്തുന്നത്? ഒന്ന് ബാക്ടീരിയോളജി. ബാക്ടീരിയോളജി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സ്റ്റഡി ഓഫ് ബാക്ടീരിയ, സ്റ്റഡി ഓഫ് ബാക്ടീരിയ കോസിംഗ് ഡിസീസസ് അല്ലെ, നമുക്ക് അസുഖങ്ങൾ വരുന്ന ബാക്ടീരിയകളെ പഠന വിധേയമാക്കുന്നത് എന്ത് ചെയ്യാൻ പറ്റും? പല രോഗങ്ങളെ കണ്ടെത്താനായിട്ട് സാധിക്കും അല്ലെ. ബാക്ടീരിയോളജി. അടുത്തത് എന്താണ്? ബയോകെമിസ്ട്രി. ബയോകെമിസ്ട്രി എന്ന് പറയുമ്പോൾ അവിടെ ഒരു കെമിസ്ട്രി വരുന്നുണ്ട്, ഒരു ബയോളജി വരുന്നുണ്ട് അല്ലെ. ബയോകെമിസ്ട്രി എന്ന് പറയുമ്പോൾ എന്താണത്? ഇറ്റ് ഈസ് ദ കെമിക്കൽ പ്രോസസ്സസ് ഇൻ ദ ലിവിംഗ് ഓർഗാനിസം ആണ് കേട്ടോ. എന്താണ്? കെമിക്കൽ പ്രോസസ്സസ് ഇൻ ദ ലിവിംഗ് ഓർഗാനിസം. അതാണ് ബയോകെമിസ്ട്രി എന്ന് പറയുന്നത്. നമുക്കറിയാം നമ്മൾ ലിവിംഗ് ഓർഗാനിസം ആണ് അല്ലെ, ഹ്യൂമൻ ബോഡി അല്ലെ ലിവിംഗ് ഓർഗാനിസം ആണ്. നമ്മുടെ ശരീരത്തിനകത്ത് തന്നെ ധാരാളം കെമിക്കൽ റിയാക്ഷൻസ് നടക്കുന്നുണ്ട് അല്ലെ. എൻസൈമുകളുണ്ട്, പ്രോട്ടീൻസുകളുണ്ട്, ലിപ്പിഡ്സുകളുണ്ട്, അങ്ങനെയുള്ള ധാരാളം ബയോമോളിക്യൂൾസുകൾ നമ്മുടെ ശരീരത്തിനകത്തുണ്ട് അല്ലെ. ഈ എൻസൈമാറ്റിക് റിയാക്ഷൻ ഒക്കെ പറയുന്ന ഓരോ കെമിക്കൽ റിയാക്ഷൻസ് ആണ് അല്ലെ. അത്തരം റിയാക്ഷൻസ് നമ്മുടെ ശരീരത്തിനകത്ത് നടക്കുന്നുണ്ട്. അത്തരത്തിലുള്ള കെമിക്കൽ പ്രോസസ്സസ് ലിവിംഗ് ഓർഗാനിസം, മനുഷ്യരെ പോലെയുള്ള ഒരു ലിവിംഗ് ഓർഗാനിസത്തിന്റെ ശരീരത്തിൽ നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻസ്, അതിന്റെ എൻസൈമാറ്റിക് റിയാക്ഷൻസ്, പ്രോട്ടീൻസുകൾ, ലിപ്പിഡ്സുകൾ, അതിന്റെയൊക്കെ റിയാക്ഷൻസ് അല്ലെ. അത്തരത്തിലുള്ള പഠനമാണ് ബയോകെമിസ്ട്രി എന്ന് പറയുന്നത്. ആ ഒരു വിഭാഗത്തിലും എന്ത് വരുന്നുണ്ട്? ലാബ് ടെസ്റ്റുകൾ നടക്കുന്നുണ്ട്. ഓക്കെ, ബയോകെമിസ്ട്രി. പിന്നെന്താണ്? ഹിസ്റ്റോളജി. എന്താണ് ഹിസ്റ്റോളജി എന്ന് പറഞ്ഞാല്? ഹിസ്റ്റോളജി എന്ന് പറഞ്ഞാല് സ്റ്റഡി ഓഫ് ടിഷ്യൂസ് ആണ് കേട്ടോ. സ്റ്റഡി ഓഫ് ടിഷ്യൂസ്. ടിഷ്യൂസ് എന്ന് വെച്ചിട്ടാണ് കലകള്. നമ്മൾക്കറിയാം നമ്മുടെ മനുഷ്യ ശരീരം നിർമ്മിച്ചിരിക്കുന്നത് കോശങ്ങൾ കൊണ്ടാണ്. ഈ കോശങ്ങൾ കൂടി ചേർന്നത്, കോശങ്ങൾ സെല്ലുകൾ അല്ലെ, ഈ കോശങ്ങൾ കൂടി ചേർന്നിട്ടാണ് ടിഷ്യൂസ് ഫോം ചെയ്തിരിക്കുന്നത്. ഈ ടിഷ്യൂസിനെ കുറിച്ചുള്ള പഠനമാണ് ഹിസ്റ്റോളജി എന്ന് പറയുന്നത്. എഴുതിയിരിക്കുന്നു കേട്ടോ. എവിടെയെങ്കിലും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. എവിടെയെങ്കിലും കേൾക്കുമ്പോൾ സംശയം വരുന്നത്. ഹിസ്റ്റോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റഡി ഓഫ് ടിഷ്യൂസ് ആണ്. ഓക്കെ, ടിഷ്യൂസിനെ കുറിച്ചുള്ള പഠനം. അപ്പൊ ഇത്തരം ടിഷ്യൂകളെ പഠന വിധേയമാക്കിക്കൊണ്ട് നമുക്ക് പല വിധത്തിലുള്ള രോഗങ്ങൾ കണ്ടെത്താനായിട്ട് സാധിക്കും. ഓക്കെ, പിന്നെ ഏതാണ്? സെറോളജി. സെറോളജി എന്താണ്? സ്റ്റഡി ഓഫ് സെറം ആണ്. എന്താണ്? സ്റ്റഡി ഓഫ് സെറം. സെറം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ബ്ലഡ് ഉണ്ടല്ലോ, നമ്മുടെ ബ്ലഡിന്റെ ക്ലിയർ പോർഷൻ, ക്ലിയർ ലിക്വിഡ് പോർഷനെയാണ് നമ്മൾ സെറം എന്ന് പറയുന്നത്. എന്നുവെച്ചാല് നമ്മുടെ ബ്ലഡിനകത്ത് ധാരാളം ബ്ലഡ് സെല്ലുകൾ ഉണ്ട്, രക്തകോശങ്ങളുണ്ട്,
ഫ്ലോട്ടിംഗ് ഫാക്ടേഴ്സ് ഒക്കെ ഉണ്ടാവും. അതിനെയൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ ബാക്കി വരുന്ന ആ ക്ലിയർ ലിക്വിഡ് ഉണ്ടല്ലോ, ക്ലിയർ പോർഷൻ, അതിനെയാണ് നമ്മൾ സെറം എന്ന് പറയുന്നത്. അപ്പൊ ഈ സെറത്തിനെ നമ്മൾ എന്ത് ചെയ്യാം, അനലൈസ് ചെയ്തിട്ട് നമുക്ക് ചില രോഗങ്ങളെ കണ്ടെത്താനായിട്ട് പറ്റും. പ്രത്യേകിച്ച് നമ്മളിപ്പോ കോവിഡ് ഒക്കെ വന്ന സമയത്ത് നമ്മൾ സെറം പരിശോധന നടത്തി കഴിഞ്ഞാൽ സെറത്തിൽ സ്പെഷ്യൽ ആയിട്ടുള്ള ആന്റിബോഡീസുകളൊക്കെ എന്താ പറയാ സ്പെഷ്യൽ ആന്റിബോഡീസുകളുടെ സാന്നിധ്യം കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടുണ്ട് കോവിഡ് സമയത്ത്. അപ്പൊ ഇത്തരം സ്പെഷ്യൽ ആന്റിബോഡീസുകളുടെ സാന്നിധ്യം കണ്ടെത്താന്ന് പറയുമ്പോൾ നമുക്ക് എന്തെങ്കിലും പുതിയ അസുഖങ്ങൾ ഉണ്ടാവുന്നതാണ് അത് സൂചിപ്പിക്കുന്നത്. ഓക്കെ, സെറോളജി എന്ന് പറഞ്ഞാൽ സ്റ്റഡി ഓഫ് സെറം ആണ്. സെറം എന്ന് പറഞ്ഞാൽ എന്താണ്, അപ്പൊ ബ്ലഡിനകത്തുള്ള ബ്ലഡ് സെല്ലുകൾ പ്രോട്ടീൻ ഫാക്ടേഴ്സിനെ നീക്കം ചെയ്താൽ ബാക്കി വരുന്ന ക്ലിയർ ലിക്വിഡ് പോർഷൻ ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ സെറം എന്ന് പറയുന്നത്. അതിന് പഠന വിധേയമാക്കിക്കൊണ്ട് നമുക്ക് പല രോഗങ്ങളെ കണ്ടെത്താനായിട്ട് സാധിക്കും. ദാറ്റ് ഈസ് കോൾഡ് സെറോളജി. ഹെമറ്റോളജി എന്താണ്? ഹെമറ്റോളജി സ്റ്റഡി ഓഫ് ബ്ലഡ്. കറക്റ്റ് ആണ് ബ്ലഡ് ആൻഡ് ബ്ലഡ് ഡിസോർഡേഴ്സ്, ബ്ലഡും ബ്ലഡ് ഡിസോർഡേഴ്സിനെ കുറിച്ചുള്ള പഠനമാണ് ഹെമറ്റോളജി. ലാസ്റ്റ് എന്താണ്? സൈറ്റോളജി. സൈറ്റോളജി എന്താണ്? സ്റ്റഡി ഓഫ് സെല്ല്. ഓക്കെ, കറക്റ്റ് ആണ്. സ്റ്റഡി ഓഫ് സെൽസ്, കോശങ്ങളെ കുറിച്ചുള്ള പഠനമാണ്. ഓക്കെ, ഈ പറയുന്ന 6 ഫീൽഡിലും നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. ഇതിനകത്ത് ലബോറട്ടറി സർവീസസ് ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കുന്നുണ്ട്. ഈ പറയുന്ന ബാക്ടീരിയോളജി, ബയോകെമിസ്ട്രി, ഹിസ്റ്റോളജി, സെറോളജി, ഹെമറ്റോളജി, സൈറ്റോളജി, ഇങ്ങനെയുള്ള 6 മെയിൻ ഫീൽഡുകളിൽ ലാബ് ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യുന്നത് നമുക്ക് മെയിൻ ആയിട്ടുള്ള അസുഖങ്ങൾക്കുള്ളിലും സപ്പോർട്ടീവ് സേവനങ്ങൾ കൊടുക്കുന്നത് ലബോറട്ടറി. അതുകൊണ്ടാണ് അത് സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റുകളിൽ മുന്നിൽ വന്നത്. First, the medical staff in making and confirming diagnosis in the treatment and prevention of diseases. അല്ലെ, പല രോഗങ്ങളുടെയും ഡയഗ്നോസിസ് നടത്തുന്നതിന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ്. അതുകൊണ്ടാണ് ഇതൊരു ലബോറട്ടറി എന്ന് പറഞ്ഞൊരു സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ക്ലിയർ ആയല്ലോ? മതി കേട്ടോ. ക്ലാസ് നമുക്ക് റൈറ്റ് ചെയ്യാം, അൺമ്യൂട്ട് ചെയ്യാണ് കേട്ടോ. ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ക്ലാസ് കംപ്ലീറ്റ് ചെയ്യാൻ മനസ്സിലാക്കി വെക്കാം. ഓക്കെ, താങ്ക് യു. Thank you, ma'am. Thank you, ma'am.